പഠിച്ചും ചൊല്ലി പഠിച്ചും ഞാൻ ഒരാളാകും. നാട്ടിലുള്ള സകല അലവലാദികളെ പൂവാൽമാരെ പൊക്കിക്കൊണ്ടെല്ലാം പറഞ്ഞേക്കുന്ന എസ് ഐ. നീ ഒരിക്കലും ഒരു അലവലാദിയല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിന അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാളല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്. ചെമ്പരന്ത് വേച്ചത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കിലേ ദാ വിലങ്ങ് അണിയിച്ചു കൊണ്ടുപോകണം. വിലങ്ങ് വെച്ച് ആറാട്ട് കിടന്ന നീ ദാവൂദ് ഇബ്രാഹിമ വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് സംസാരിക്കാം. എന്റെ നീ പറയണ. നീ നമ്മുടെ പുതിയ എസ് ഐ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ. കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തുന്നാ. ഇടി കിട്ടോ? കിട്ടിയാലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും. കേരള വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഊരില്ല. എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലല്ലേ? പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കരനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റർ ഒട്ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടുപോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ? കാളഭാസ്കരനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനവൻ. പേടിക്കണ്ട. ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം എന്ന് കരുതി തലേ കയറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട. സാർ കേരളികൾ ഇത് നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ഇങ്ങോട്ട് കേറ കള്ളക്കളും. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ. എന്നാലേ എസ്ഐയുടെ മുമ്പിൽ എനിക്ക് വില ഉണ്ടാവുള്ളൂ. ഇങ്ങനെ കേറാം. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ചാൽ ഗാലറി കയറ്റിയല്ലേ. അത്യാവശ്യം അടിക്കേണ്ട ബോൾ വന്നപ്പോ സാറതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനെ അങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. സാർ ഇങ്ങോട്ട് വാ കള്ള കഴിവ്. ചെന്ന് പ്രസാദം മേടിച്ചോ. ചെല്ലി ചെല്ലി. ഓവർ തികയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്തു. ചെല്ലി. തിരിച്ചു വേണ്ട തിരിച്ചു വേണ്ട. എസ് ഐ സാർ നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. അമ്മയ്ക്ക് പറയുന്നത് സിനിമാക്കാരും അമ്മേരും ചേമ്പറിനും കാര്യം ഞാൻ പറഞ്ഞത്. അടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് ഇടിയിട്ടേനെ നീ എന്തിനു കയറണം? മാറി തള്ളേ വേണ്ട. അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ട പോലെ പൊട്ടിച്ചത്. ദ്വാണ്ട തൊണ്ടി മേശപ്പെടുത്തിപ്പണ്ട് ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്രയെത്ര കഥാപാത്രങ്ങൾ. യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി. സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. പോലീസായിട്ടാ? എന്താ പോലീസായാലും അപ്പഴേ ചേട്ടാ പോലീസെ പിടിച്ച് കളിക്കണ്ട. മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാവും ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം ഒന്ന് പോടെ. പൗരുഷം കാണുന്ന ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ദുചൂടൻ, അങ്ങേര് മീശയും പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്റെ തന്തമാരാണ്. ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീയല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത് മോഹൻലാലോ വലുതെന്ന് പറയടാ. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഹലോ ഹലോ, എന്നെ ഓർമ്മ ഉണ്ടായിരിക്കല്ലോ അല്ലേ? എങ്ങനെ മറക്കാനാവും? സത്യം പറയാമല്ലോ. കൊഞ്ചി കൊഞ്ചി വിളിക്കും കാറ്റിനെ മറക്കാൻ പൂവാങ്കുരുന്നലയ്ക്കാകുമോ? എത്ര നാളായി ഞാൻ കുട്ടിയോട് പറയാൻ നടക്കുന്ന കേട്ട്. പോയോ കുട്ടി? എന്റെ ഉടുപ്പ് ചെറുതാണെങ്കിലും എന്റെ മനസ്സ് വലുതാണ്. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. കുട്ടി തുടർന്ന് പഠിക്കൂ. കുട്ടിക്കൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? പറയൂ, എന്നെ ഇഷ്ടമല്ലേ? ഹലോ, റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. ഇപ്പൊ റേഞ്ച് കിട്ടിയാ? പിന്നെ കിട്ടി. നിന്നെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എവിടുന്ന്? കളിക്കാവിള. ആരെ കളിയാക്കാ? ആരെ കളിയാക്കുന്നല്ല, കളിക്കാനുള്ള സ്ഥലം. കളിയാക്കാവിളെന്ന് റേഞ്ച് തപ്പി നീ ഇവിടെ വരാം. അതെ അതെ. പോടെ പോടെ. ഇനി മേല എന്നെ അവിടെ കണ്ടെന്ന് വരൂല.
നിന്ന് കറങ്ങാതെ വീട്ടിൽ പൊടി. ശിവൻകുട്ടി എന്താടാ എന്ത് പറ്റി? ഈ വയറല്ലമ്മ. അണ്ണാച്ചിയുടെ TV. അയ്യോ എടാ ശിവൻകുട്ടി ഇങ്ങ് ഓടി വാ. എന്തമ്മാ? എടാ അവക്ക് വലിവ് തുടങ്ങി ആ കുന്തിരണ്ണ ഞെടുക്ക്. ഒരു കെട്ടിയാനുള്ളത് അടുത്തിരുന്ന് മുതുകു തടയി കൊടുക്കാതെ അങ്ങ് കിടക്കുന്നു മദ്രാസിൽ പാട്ട് പാടിക്കൊണ്ട്. കലികാലം. എന്നാ, നിന്റെ അപ്പനടാ ശിവ അണ്ണാച്ചി TV. എന്ത് ശിവ അടുപ്പിന് വീണ? ഏയ് ഒരു ഗണപതി ഹോമം ഉണ്ടായിരുന്നു. അയ്യോ ഗണപതി ഹോമം നടക്കുമ്പോ മുഖം അങ്ങ കൊണ്ട് വെക്കக்கூடாது. ആണാ? ആ എന്താ പടം അളിയന്റെയാ. എന്നെ അക്കാ പുരുഷൻ ഗലാട്ട മാപ്പിളെ മദ്രാസിലെ ഇളയരാജാവൻ പോയിരിക്കുകയാണ്. അപ്പടിയാ? വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. സിംഹവാലം കുരങ്ക നോക്കട്ടെ. കണ്ട നല്ല ഇருக்கு. കാശ് വല്ലതും ഉണ്ടോടാ? ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് കത്തുണ്ട്. ഇളയരാജ കഞ്ഞി കുടിച്ചിട്ടില്ലെന്ന്. പാട്ട് കേട്ട് പ്രേമിച്ചല്ലേ അനുഭവിച്ചു. വിട്ടോ ശിവ എൻ ടിവി കഴിക്കുവേ. ഇവിടെ സ്വിച്ച് വാങ്ങാൻ സ്ത്രീയിലേക്കൊക്കെ ആള് പോയി. അമ്മ എൻ ടിവി എന്നൊക്കെ അവർ പേര് പറ്റി കിടക്കും. സൂക്ഷിച്ച് അവിടെ തേച്ചോ. അമർത്തി തേക്കണ്ടട്ടോ ഏപ്പടാ. ഞാനൊന്നും ചെയ്യുന്നില്ലേ അണ്ണാ. നിങ്ങളെ തങ്കിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. എടേ സുധി, നീ അവളെ ഒന്ന് മാറി നിന്ന് നോക്ക്. എന്റെ മാമന്റെ മോളായതുകൊണ്ട് പൊക്കിപ്പറയല്ല. മത്തങ്ങ പോലത്തെ ഒരു മോന്ത, രണ്ടുണ്ട കണ്ണ്, പേരിനൊരു മൂക്ക്, മത്തങ്ങ അല്ലെന്ന് അറിയിക്കാൻ കുറെ മുടി, കൊടിമരം പോലൊരു പെണ്ണ്, ചൊറിയണം തേച്ച പോലത്തെ ഒരു തന്തേം, എന്റെ ഒരേ ഒരു മാമൻ. പിന്നെ മുറപ്പെണ്ണ കിട്ടുന്നൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടത്തില്. ഇത് ഡോൾബി ഡീറ്റെയിൽസിന്റെ കാലാണ്. അതൊന്നും എനിക്കറിഞ്ഞൂടാ. നാളെ തങ്കിയുടെ പിറന്നാളാ. അവള് നാളെ നിങ്ങൾക്കായിട്ട് ഊണൊരുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ അവിടെ വന്ന് പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പക്ഷെ ഒരു കാര്യം, നിങ്ങൾക്ക് ചേർന്ന പെണ്ണ് തങ്കിയ. പാവപ്പെട്ടവനെ സ്നേഹിക്കുന്ന പണക്കാരി പെണ്ണൊക്കെ അങ്ങ് സിനിമയില്. എടേ സുധി, നിനക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നാ കേട്ടോ. കരിഷ്മയ്ക്ക് ശിവൻകുട്ടിയെ ശരിക്കും ഇഷ്ടമാണെങ്കിൽ നീ 1 മുതൽ 10 വരെ എണ്ണുന്നതിന് മുമ്പ് അവളിതാ ഈ ഫോണിൽ വിളിച്ചിരിക്കും. സമ്മതിച്ചാ? എപ്പ സമ്മതിച്ചും ചോദിച്ചാ പോരെ. 1 2 3 4 ഒന്ന് പതുക്കണടേ, ഫോണിനകത്ത് വരണ്ടേ. ശരി, 1 2 3 4 5 3 കഴിഞ്ഞാ നീ എത്ര എണ്ണിയത്? 4 4 5 1 മുതൽ 10 വരെ കറക്റ്റായിട്ട് എണ്ണം എണ്ണിയത്. അല്ലെങ്കിൽ ഞാൻ കളിന്ന് മാറും. ശരി. 1 നാറ്റിക്കല്ലേ, ഒരു ആവേശത്തിന് പറഞ്ഞതാ. 5 6 7 തെറ്റിക്കാതെ എണ്ണടേ. എക്സ്ചേഞ്ച് ചെയ്യുന്ന നിങ്ങൾ ഇപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞ പെണ്ണെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. 9:45. അതെ, ഉറപ്പിക്കാവല്ലേ? ഉറപ്പിക്കാണ്. നീ നമ്മളെ പോലല്ല, ഡിഗ്രി എടുത്ത സാറല്ലേ. ദോ വായി. കരിഷ്മ കോളിംഗ്. ആരാ? കരിഷ്മ. ആ കരിഷ്മ. ഹലോ. ആ കരി, ഞാനാ ശിവേട്ടനാ. ആ എന്നിട്ട് എവിടെ നിക്കണത്? ശിവേട്ടാ, അവിടെ ചന്ദ്രനുണ്ടോ? ഇല്ല, ഇവിടെ ശ്രുതിയുണ്ട്. അതല്ല, അവിടെ ആകാശത്ത് ചന്ദ്രനുണ്ടോന്ന്. ഉണ്ട്. അവിടെ ഉണ്ടോ? ടെറസാണോ? ശിവേട്ടന് ഞാൻ തോൽക്കുന്നത് ഇഷ്ടമാണോ? തോൽക്കേ? എന്താ, എന്തു പറ്റി? അടുത്ത ആഴ്ച പരീക്ഷയാ. ഒരു വസ്തു അറിയില്ല. ഈ എക്സാമിന് തോറ്റാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ശിവേട്ടാ. ഏയ് അങ്ങനെയൊന്നും പറയല്ലേ. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. പോട പട്ടി. ഹലോ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ മതി. ശിവേട്ടനല്ലേ പറയണത്? ശിവേട്ടാ, ലേഡീസ് ഹോസ്റ്റലിന്റെ അടുത്തുള്ള പ്രൊഫസർ വസുമതി ഭാർഗവന്റെ വീട്ടിൽ നിന്ന് ഒരു ചോദ്യപേപ്പർ മോഷ്ടിക്കണം. സാധിക്കോ? ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിളിക്കാം. ശരി. നിങ്ങൾ തങ്കിയെ കാണാൻ വന്നില്ലെങ്കിൽ നിങ്ങളൊരാണല്ല. ആഹാ. അസലും മെഴുക്കുരട്ടി, ചമ്മന്തി ഗംഭീരം, കിടിലൻ സാമ്പാർ, ഇടിവെട്ട അച്ചാറ്. ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്.
അമ്പിളി മാമനല്ലേ? മാമൻ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മൾ കഴിക്കാനല്ലല്ലോ അവളതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ടാ മാമ? ഓ, ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ. എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ഭാഗ്യ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈ പിടിച്ചേപ്പിക്കണം. എഴുന്നേക്കടാ. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ. ഇവൻ ആളാരെന്ന് നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കിട്ടാൻ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എൻ്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. 10ാം ക്ലാസ്സിൽ 2 കൊല്ലം തോറ്റ് ഇവന്റെ അടുത്താ. ഉള്ള ചുവര് മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല, ഇവിടെ തങ്ങിന്ന് പറയുന്ന പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടൂന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമാൻ പറഞ്ഞ സത്യം തന്നെയാ. ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമ്മതിക്കൂലെന്ന്. അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. എനിക്കാണ് നിന്നെ ഇത്ര നേരം ഇവിടെ ഇരുത്തിയതേ നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും. അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്കാണോ? എടാ, എനിക്ക് ഇതിനകത്തുനിന്നാ. അതിന് ഞാനെന്ത് വേണം? ഫോൺ. ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്റെ കയ്യിലുണ്ട്. 2.25 ലക്ഷം ഇവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ് ജാങ്കോ. സ്ട്രോങ് വിട്. പറഞ്ഞത് കേട്ടാ? ഓ, എന്തിനാണ് അവനിട്ട് ഇങ്ങനെ അടിക്കണത്? ഇപ്പൊ തന്നെ അവനൊരു 4 ആളുടെ പണി എടുക്കണില്ല. അതിന് 8 പേർക്കുള്ളത് അവൻ ചെലുത്തുന്നുണ്ട്. അത്രയ്ക്ക് ദണ്ണമാണ് നീ സത്യാഗ്രഹി വരട്ടെ. സർബത്തുണ്ടോടെ? വരത്തന്മാര് കൊത്തി കൊത്തി മുറത്തി കയറി അല്ലേടേ മാരി. ആരടാ വരത്തൻ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്, അല്ലാതെ ഈ തവളയുടേതല്ല. മരുത്തന്മാര് പോലും മരുത്തന്മാര്. സിനിമാ നടൻ വരുന്നു. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളൂടാ. അണ്ണ ഒരു സ്ട്രോങ് ടീ. കൊടുമ്പാറേ, നീ എന്താ വായു കുളിക്കട ബിസിനസിന് പോയണ? ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവൻ എടുത്ത് ഹിറ്റാക്കിയ ആളാ. ഈ അങ്ങനെ കുഴപ്പത്തിലാക്കുക. അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോടത്ത് ഫ്ലോപ്പ് ആക്കിയതാണ്. എടാ, ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കും താണ ഒരു ചായ. എന്തോടെ ഉപ്പ് രസം? അവന്റെ കണ്ണീരിന്റെ ആയിരിക്കും. നീ പോടാ. 2 കൂട്ട് കൊടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്തോ നന്നാ എത്ര നേരം. ജാങ്കോ, നീ ഒറ്റ ഒരുത്തനെ എങ്ങനെ വഷളാക്കണ? നീ പോടെ. വിട്ടുകളടാ, അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവാൻ പഠിക്കല്ലേ. നീ +1 അല്ലേ? പോയി നന്നായിട്ട് പടി, എന്നിട്ട് നീ പ്രതിഭ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടുപോയി നിർത്തിയാൽ മതി. അല്ല, ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ. കാര്യങ്ങളൊക്കെ എന്തായി? കഴിഞ്ഞ തവണത്തെ പോലെ പ്ലാൻ പൊളിഞ്ഞു നിന്റെ അന്തിയായിരിക്കും കേട്ടാ. ഇത് മതലി, ഇത് ടീച്ചറുടെ വീട്, ഇത് ഹോസ്റ്റലിൽ. മൊറാർജി ദേശായി മൂത്രം കുടിച്ചിട്ടുണ്ട്, വേറെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല, അതും സർബത്തിലൊഴിച്ച്. അണ്ണനങ്ങനെ കണ്ട് ഇന്റെ ജാങ്കോക്ക് 1000 കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ. ഗതികേട് കൊണ്ടല്ലേ അവന്റെ കെച്ചിൽ ഓരോ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രയിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ. അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മളെന്താ KPCC മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റിയ നാട്ടുകാരെടുത്ത് കൈവയ്ക്കും. എന്നാ പറ. പട്ടിയണ്ട, പട്ടിയും കൊണ്ട് കിടക്കാൻ ഞാൻ എന്താ CD മൂസ? ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ടീച്ചറിന്റെ അടുത്താ? അല്ല, കരി. ഇങ്ങനെന്തിന് പല്ലിയേക്കാൻ പോണ? ആ കരിഷ്മ ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടോ?
പട്ടിയുണ്ടോന്ന്? ഇല്ലെന്ന് പറഞ്ഞേക്ക്. ഇല്ല. എന്താ പേടിയുണ്ടോ? പേടിച്ചിട്ടൊന്നുമല്ല. പട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു. ഇല്ല. അയ്യോ, ത്രില്ല് പോയി. ഓക്കെ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്നെ വെച്ചാണല്ലേ? അപ്പൊ സാധാരണ പോലെ ഇപ്പൊ തന്നെ SMS ഡാൻസിന് അയച്ചോട്ടേക്ക്. ക്വസ്റ്റ്യൻ വളരെ എളുപ്പമല്ലേ? എല്ലാവർക്കും അറിയാവുന്ന മഴ വരുന്നു തോന്നുന്നുണ്ട്. തുണി വലുതോണ്ടെ പുറത്തു നിർത്തോ. ശരി. മുടിഞ്ഞ കനം. അല്ല, യൂണിയൻകാരെ കൂടി വിളിക്കായിരുന്നു. ഇന്നെങ്കിലും ഒരു ദിവസം പണിയെടുത്ത് ജീവിക്കടാ. ഓയ്യോ, നീ അപ്പിടാനിരിക്കണോ? എന്താ കോവിലിൽ പോവാൻ പോണ? ഞാൻ കേറ്. അണ്ണാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പട്ടിയെ പോലെ ഒരിടും. അപ്പോഴേ കലിപ്പായെന്ന് കരുതിക്കോണേ. ഓ, ഇലക്ട്രിക് കമ്പിയിൽ തങ്ങല്ലേ. അണ്ണാ, ഒരു ടാറ്റ. ടാറ്റാ. പട്ടി ഇല്ലാന്ന് പറഞ്ഞിട്ട്. അല്ല, നിന്നാരാ പട്ടിയായിട്ട് കൂട്ടിരിക്കണല്ലേ? ഇപ്പൊ നീ പുട്ടി. ഒരു നാൾ നീയും അച്ഛനെ പോലെ വളരും വലുതാകും. അപ്പൊ നീ പട്ടി. ശബ്ദമൊക്കെ ഉണ്ടാക്കുക. നീ ഡീറ്റീസാ? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. പട്ടിയുടെ കുറയല്ലേ കേട്ടത്? അപ്പൊ പട്ടി ഉണ്ടാ? ദൈവമേ, അണ്ണനെ കാത്തോണേ. ഈശ്വര, എന്റെ കുണ്ടി. അവിടെ എന്തെത്ര നോക്കാൻ. ഇതാരും ഇവിടെ കൊണ്ടുപോയി. ഞാൻ തന്നെയല്ലേ. തൊണ്ടിയൊക്കെ എടുത്ത് മാറ്റും. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പിന്നെ പെട്ടു. അയ്യോ, കപിൽദേവ് എങ്ങോട്ട് പോകും? എന്താണ് അവിടെ? എന്റെ മെഡിൽ സ്റ്റംപ് തെറിക്കുന്ന ഉറപ്പായി. രാത്രി ആയാലും കിടത്തി ഉറക്കില്ലേ? ഇന്നലെ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വരുമ്പോ മൊബൈൽ ഇവിടെ എവിടെയോ പോയ പോലെ തോന്നി. അന്ന് നോക്കാന്ന് വിചാരിച്ചു വന്നതാണ്. നമ്പർ എത്രയാടാ? 0471 31,4547. മര്യാദയ്ക്ക് പറയടാ. 310447. ഒടുക്കത്തൊരു മൊബൈൽ ഫോൺ. ഇന്നലെ പോയ ഫോണാണ് സാർ. എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തല്ലേ? ഞാൻ പിടിച്ചോ സാറേ. ഫോറടിച്ചാ മതി, ഫോറടിച്ചാ മതി. സാറേ, ഒരു മിനിറ്റ് സാറേ. എന്താടാ? ചിക്കൻ